ഒരു പാനൽ കട്ട് ഫ്രോക്കിൻ്റെ കട്ടിംഗ് ആട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഇതിൻ്റെ പാറ്റേൺ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്രോക്കിൻ്റെ ഫുൾ ലെങ്ത്ത് തന്നിരിക്കുന്നത് 45 ആണ്. പിക്കിലെ പോലെ യോക്ക് പോർഷൻ ലെങ്ത്ത് ഞാനൊരു 12 ആണ് എടുത്തിരിക്കുന്നത്. ഒരു മീഡിയം ടു എക്സൽ ഒക്കെ വരെ നമുക്ക് ഈ സെയിം അളവ് മതിയാവും. യോക്ക് പോർഷൻ ലെങ്ത്ത് 12ൻ്റെ കൂടെ 1 ഇഞ്ചും കൂടെ കൂട്ടി 13 ഞാൻ മാർക്ക് ചെയ്തു. ഷോൾഡർ 7 ഇഞ്ചും ആം ഹോൾ ഞാനിവിടെ ഒരു 6 ഇഞ്ചുമാണ് എടുത്തിരിക്കുന്നത്. ചെസ്റ്റ് വണ്ണത്തിൻ്റെ 4/1 കൂടെ 2 ഇഞ്ച് കൂടി കൂട്ടി ഞാൻ വണ്ണം അടയാളപ്പെടുത്തി, അതുപോലെ തന്നെ ഷേപ്പും അടയാളപ്പെടുത്തിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ആം ഹോളൊക്കെ മാർക്ക് ചെയ്തിട്ട് ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കർവ് സ്കെയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇനി നമ്മൾ താഴേക്കുള്ളത് സ്കേർട്ട് പോർഷൻ ആട്ടോ കട്ട് ചെയ്യണത്. അപ്പോൾ നമ്മൾ ഷേപ്പ് വണ്ണം അടയാളപ്പെടുത്തി ഞാനൊരു A ലൈൻ കട്ടിങ്ങിൻ്റെ രീതിയിൽ ലൈനിങ് ഒരു A ലൈൻ ആയിട്ടാട്ടോ ഞാൻ എടുക്കുന്നത്. സ്കേർട്ടിൻ്റെ പോർഷനൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് നല്ല പീസ് ഇതുപോലെ ഇത് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നല്ല പീസിൽ ഞാൻ പാനലായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പാകത്തിനുള്ള രീതിയിൽ ഓരോ പീസായിട്ടാട്ടോ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. നമുക്ക് താഴേക്കുള്ള പോർഷൻ യോക്ക് പോർഷൻ്റെ ബാലൻസ് അളവിൻ്റെ കൂടെ ഞാനൊരു 2-3 ഇഞ്ചും കൂടെ കൂട്ടിയിട്ടാട്ടോ ഇറക്കടയാളപ്പെടുത്തി കട്ട് ചെയ്തെടുക്കുന്നത്. മുകളിൽ ഞാനൊരു പാനലിന് 3 അതിൻ്റെ 3 ഇരട്ടി 9 ഇഞ്ചുമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. അപ്പോൾ മുകളിൽ ഞാനൊരു ചെറിയ പഫ് കൊടുത്തിട്ടാട്ടോ ഈ സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനൊരു 6 ഇഞ്ചാണ് കേട്ടോ ലെങ്ത്ത് എടുത്തേക്കണേ. 6 ഇഞ്ച് തയ്യൽ തുമ്പും പിന്നെ ഒരു 2.5 ഇഞ്ചും കൂടെ ഞാൻ മുകളിലേക്ക് പഫിന് വേണ്ടിയിട്ട് കൂട്ടിയിട്ടിട്ടാട്ടോ സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്നത്. അത് ലൈനിങ് നമ്മൾ മാർക്ക് ചെയ്ത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നല്ല പീസ് കട്ട് ചെയ്തെടുക്കുക. ലൈനിങ്ങൊക്കെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മൾ ആ ലൈനിങ്ങിൻ്റെ ഫ്രണ്ട് പോർഷൻ ഒരു 1/2 ഇഞ്ച് ഇതുപോലെ കുഴിച്ച് മാർക്ക് ചെയ്തിട്ട് അത് കട്ട് ചെയ്ത് കളയണം കേട്ടോ. ഈ ഫ്രോക്കിൻ്റെ ഫുള്ള് സ്റ്റിച്ചിങ് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം. പിന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നെക്കിൻ്റെ കട്ടിങ്ങൊക്കെ ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ